ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്ക നേരിടുന്ന വളരെ വലിയ പ്രതിസന്ധികളുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ടെക്സാസിലെ ഫോർട്ട് ഹുഡിൽ അമേരിക്കയുടെ ഒരു അപ്പാച്ചെ മിലിറ്ററി ഹെലികോപ്റ്റർ വലിയ രീതിയിൽ തകർന്നു വീണു എന്നതാണ് ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ അപകടത്തിൽ ആ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരും ദാരുണമായിട്ട് മരണപ്പെട്ടു. കാട്ടിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഇതിനെ തുടർന്ന് അവിടെ വലിയൊരു കാട്ടുതീ ഉണ്ടാവുകയും തീ പടർന്നത് കാരണം സുരക്ഷാ കാരണങ്ങളാൽ ആളുകളെ അവിടെ നിന്നും അടിയന്തരമായിട്ട് ഒഴിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ ഇത് പലതവണയാണ് അമേരിക്കൻ മിലിറ്ററിയുടെ വാഹനങ്ങളും ഹെലികോപ്റ്ററുകളും ഇത്തരത്തിൽ അപകടത്തിൽ പെടുന്നത് എന്നത് വലിയൊരു സംശയത്തിന് ഇടയാക്കുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളൊക്കെ വളരെ വലിയൊരു പ്രശ്നം അമേരിക്കൻ നാവികസേന നേരിടുന്നുണ്ട്. അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിൽ ഒന്നായ USS എബ്രഹാം ലിങ്കണിൽ നിന്ന് 6 അമേരിക്കൻ നാവികരെ കടലിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തിലെ ആളുകൾ സ്വന്തം ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു? ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ആ കപ്പലിലെ ഇപ്പോഴത്തെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. ഏകദേശം 5000-ഓളം നാവികരും മറീനുകളുമാണ് ഈ വലിയ കപ്പലിലുള്ളത്. കഴിഞ്ഞ 250-ലധികം ദിവസങ്ങളായി, അതായത് 9 മാസത്തിലധികമായിട്ട് ഇവര് യാതൊരു വിശ്രമവുമില്ലാതെ കടലിൽ തന്നെയാണ് തങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ ഈ കപ്പൽ വാസം കഴിഞ്ഞ മെയ് മാസത്തിൽ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ അത് വീണ്ടും നീട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഒരു തീയതി പോലും അധികാരികൾ ഇതുവരെ ഇവർക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദമാണ് ഓരോ സൈനികനും അനുഭവിക്കുന്നത്. കപ്പലിൽ ഇപ്പോൾ ഭക്ഷണത്തിന് വലിയ ക്ഷാമമാണ് നേരിടുന്നത്. അവശ്യ സാധനങ്ങളുടെയും സപ്ലൈകളുടെയും കുറവുണ്ട്. വൃത്തിയാക്കാൻ വേണ്ട സാധനങ്ങളുടെ കുറവുണ്ട്. അതുപോലെ തീരെ ക്വാളിറ്റി ഇല്ലാത്ത റേഷനാണ് അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുടിക്കാൻ ലഭിക്കുന്ന വെള്ളം പോലും മലിനജലമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. ഈ സൈനികരുടെ കുടുംബങ്ങൾ കപ്പലിലെ ഇപ്പോഴത്തെ ഈ അവസ്ഥയെ വിശേഷിപ്പിച്ചത് നരകം എന്നാണ്. ദിവസങ്ങൾ കഴിയുന്തോറും കപ്പലിലെ ഈ സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള സെൻകോ കപ്പലിലെ ഈ സാഹചര്യം മെച്ചപ്പെട്ടില്ലെങ്കിൽ സൈനികർക്കിടയിൽ നിന്ന് തന്നെ ഒരു വലിയ വിപ്ലവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കയ്ക്ക് വളരെ ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ നാവികസേനയ്ക്ക് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഗതികേട് വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഇറാനിലാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈന്യത്തിന് വേണ്ട അവശ്യ സാധനങ്ങൾ പ്രധാനമായിട്ടും എത്തിക്കുന്നത് ജോർദാനിലും ബഹ്റൈനിലുമുള്ള അവരുടെ വലിയ സപ്ലൈ ബേസുകളിൽ നിന്നാണ്. ബഹ്റൈനിലാണ് അമേരിക്കയുടെ പ്രശസ്തമായിട്ടുള്ള ഫിഫ്ത്ത് ഫ്ലീറ്റ് ഉള്ളത്. ഇവിടെ നിന്നെല്ലാമാണ് ഈ കപ്പലുകളിലേക്ക് സാധനങ്ങൾ പോകുന്നത്. എന്നാൽ ഇറാൻ ഈ സപ്ലൈ ബേസുകൾക്ക് നേരെ തുടർച്ചയായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു. ഈ ആക്രമണങ്ങൾ അമേരിക്കയുടെ ലോജിസ്റ്റിക്സ് സപ്ലൈയെ സാരമായിട്ട് ബാധിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ സപ്ലൈ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കാരണം സപ്ലൈ സിസ്റ്റം തകരാറിലായതോടെയാണ് USS എബ്രഹാം ലിങ്കൺ കപ്പലിലേക്ക് സാധനങ്ങൾ കൃത്യമായിട്ട് എത്താതെ വന്നതും അവിടെയുള്ള സൈനികരെ ഇത്രയും വലിയ പ്രതിസന്ധിയിലായതും. ഇതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. വരുന്ന സെപ്റ്റംബർ 30-നകം ഇറാഖിൽ നിന്ന് അമേരിക്ക അവരുടെ സൈന്യത്തെ പൂർണ്ണമായിട്ടും പിൻവലിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ്. 2003 മുതൽ ഇറാഖിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ട്. വർഷങ്ങളായിട്ടുള്ള ആ വലിയ സാന്നിധ്യമാണ് ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇറാഖിലെ സെക്യൂരിറ്റി ഫോഴ്സ് നേരിട്ട് തന്നെ ISISനെ നേരിടാനുള്ള പൂർണ്ണ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് എന്നത് ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന സായുധ സംഘങ്ങളുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ തിരികെ വാങ്ങാൻ ഇറാഖ് സർക്കാരിന്മേൽ വലിയ പ്രഷറുണ്ട്. ഇതിനിടയിലാണ് അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുന്നത്. ഇതിനു മുൻപ് സിറിയയിൽ നിന്നും അമേരിക്കൻ സൈന്യം സമാനമായിട്ടുള്ള രീതിയിൽ പിന്മാറിയിരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്ക പൂർണ്ണമായിട്ടും പിന്മാറണം എന്നത് ഇറാന്റെ ഒരു പ്രധാന കണ്ടീഷനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറാഖിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറാൻ പോകുന്നതിന്റെ ബാക്കി പത്രമായി ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. അതിനു മുമ്പായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്കും എന്ത് സ്കിൽ പഠിക്കണം എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ ചാനൽ റൺ ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് 100-ലധികം ചാനലുകളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പുതിയൊരു അക്കാദമി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരിട്ട് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിലൂടെ നിങ്ങളെയും പഠിപ്പിക്കുന്നത്. വീഡിയോ എഡിറ്റിംഗ്, വീഡിയോഗ്രാഫി, ഗ്രാഫിക് ഡിസൈൻ, കോണ്ടന്റ് ക്രിയേഷൻ എന്നിവയാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. 3 മാസം നീളുന്ന ഈ പ്രോഗ്രാമിലെ ആദ്യ ദിവസം മുതൽ തന്നെ പൂർണ്ണമായിട്ടും ഹാൻഡ്സ് ഓൺ ആയിട്ടായിരിക്കും പഠനം. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇറാഖിൽ നിന്നുള്ള അമേരിക്കയുടെ സൈനിക പിന്മാറ്റത്തെക്കുറിച്ചാണ്. അമേരിക്ക ഇത്തരത്തിൽ പിന്മാറാൻ തുടങ്ങിയതോടെ ഇറാൻ കൂടുതൽ ആക്രമണ നിലപാടിലേക്ക് മാറിയിരിക്കുകയാണ്.
ഇതുവരെ ഒരു പ്രതിരോധത്തിൽ ഊന്നിയിരുന്ന അവരെ ഇപ്പോൾ നേരിട്ടുള്ള ആക്രമണത്തിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. പുതിയ ഭീഷണി എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ ടേം കഴിയുന്ന 2029 ജനുവരി 20 വരെ ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുമെന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഹമേനി അവരുടെ സൈനിക വിഭാഗമായിട്ടുള്ള IRGCയുടെ പ്രധാന പോസ്റ്റുകളിലെല്ലാം തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുള്ള ഹാർഡ്ലൈനേഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമാകുമ്പോൾ ശത്രുവിന്റെ പാളയത്തിൽ കയറി ആക്രമിക്കാൻ തങ്ങൾ ഒട്ടും മടിക്കില്ല എന്നാണ് IRGC ജനറൽ നഖ്തി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ടേം കഴിയുന്നതുവരെ കാത്തിരിക്കുമെന്നും അതുവരെ ശത്രുവിനെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്തിക്കൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെ ആക്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് ശത്രുക്കളെ കാണിച്ചു കൊടുക്കാനാണ് ഈ നീക്കം. ഈ ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും വളരെ ശ്രദ്ധേയമാണ്. UAE ഇപ്പോൾ ഇറാന്റെ നിരവധി ബില്യൺ ഡോളറിന്റെ മരവിപ്പിച്ചു വെച്ചിരുന്ന സ്വത്തുക്കളും അതോടൊപ്പം തന്നെ $283 മില്യൺ വിലമതിക്കുന്ന 2 ടൺ സ്വർണവും ഇറാനിലേക്ക് തിരിച്ചു നൽകിയിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. UAE റോയൽ ജെറ്റിന്റെ ബോയിങ് വിമാനത്തിൽ ഓഗസ്റ്റ് 11, 12 തീയതികളിൽ അബുദാബിയിൽ നിന്ന് ഇറാനിലെ ടെഹ്റാനിലുള്ള മെഹ്റാബാദ് എയർപോർട്ടിലേക്കും ഫയാം എയർപോർട്ടിലേക്കും ഇതിനായിട്ട് യാത്രകൾ നടത്തിയിരുന്നു. മടങ്ങുന്നതിന് മുമ്പ് ഈ വിമാനങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ മണിക്കൂർ വീതം നിർത്തിയിട്ടിരുന്നു. ഇതിനു മുൻപ് ജൂൺ 8-നും സമാനമായിട്ടുള്ള രീതിയിൽ അബുദാബിയിൽ നിന്ന് $3 ബില്യൺ ഇറാനിലേക്ക് കൈമാറിയിരുന്നു എന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഭാവിയിൽ തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇറാനുമായിട്ട് ഈ ഡീല് ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UAE പോലെ തന്നെ ബഹ്റൈൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത്തരത്തിലുള്ള ഡീലുകൾ ഉണ്ടാക്കാൻ വലിയ സാധ്യതയുണ്ട്. ഇതിനിടയിൽ സൗദി അറേബ്യയും ഒമാനും ചേർന്ന് പുതിയൊരു ഗ്രീൻ കോറിഡോർ തുടങ്ങുകയാണ്. ഇറാൻ ഭീഷണിയുള്ള ഹോർമുസ് കടലിടുക്കിലെയും അതുപോലെ സൗദിയും ഹൂത്തികളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന ബാബൽ മന്ദബ് കടലിടുക്കിലെയും പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയാണിത്. ഒമാനിലെ സൊഹാർ പോർട്ടിനെ എംപ്റ്റി ക്വാർട്ടർ ഹൈവേയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഈ പുതിയ കോറിഡോർ. ഇതിന്റെ സൗദിയിലുള്ള ഭാഗം 564 കിലോമീറ്റർ നീളമുള്ളതാണ്. ഏകദേശം $533 മില്യൺ ചെലവാക്കിയാണ് ഇത് നിർമ്മിച്ചത്. ഈ വഴി നേരെ സ്പാർക്ക് ഡ്രൈവ് പോർട്ടുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ചരക്കു നീക്കത്തിന്റെ ചെലവ് കാര്യമായിട്ട് കുറയ്ക്കാനോ വേഗത കൂട്ടാനോ ഏറ്റവും പ്രധാനമായിട്ട് കടൽ വഴിയുള്ള ചോക്ക് പോയിന്റുകൾ ഒഴിവാക്കി വളരെ സുരക്ഷിതമായിട്ട് സാധനങ്ങൾ എത്തിക്കാനുമാണ് ഈ പുതിയ കരമാർഗം അവരിപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ സംഭവങ്ങൾക്കെല്ലാം ഇടയിലാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഒരു പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ട്രംപിനെതിരെ ഇറാൻ ഒരു മർഡർ അറ്റംപ്റ്റ് നടത്തുന്നുണ്ട് എന്നൊരു വിവരം ഇസ്രായേൽ CIAക്ക് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഇറാൻ ആക്രമിക്കുമെന്ന് പേടിച്ച് സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ് പ്രകാരം ട്രംപ് ഒരു ട്രക്കിൽ ഒഴിച്ച് കടന്നു എന്നൊരു വാർത്തയും മുമ്പ് വന്നിരുന്നു. എന്നാൽ ഇസ്രായേൽ നൽകിയ ഈ വിവരത്തിൽ CIAക്ക് വളരെ ചെറിയ വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രംപും തുർക്കിയും തമ്മിലുള്ള വളർന്നു വരുന്ന ബന്ധം തകർക്കാനും അതോടൊപ്പം അമേരിക്കയെ കൊണ്ട് ഇറാനുമായിട്ട് ഒരു യുദ്ധം തുടങ്ങിക്കാനും വേണ്ടി ഇസ്രായേൽ കെട്ടിച്ചമച്ചതാണ് ഈ വ്യാജ ഭീഷണി എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിശ്വസിക്കുന്നത്. എന്നാൽ ആ പ്ലാന് പക്ഷേ നടക്കുകയും ചെയ്തില്ല. ചുരുക്കത്തിൽ നമ്മൾ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറാഖ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അമേരിക്ക പതുക്കെ പതുക്കെ പിന്മാറാൻ ഒരുങ്ങുന്നു. എന്നാൽ ഇറാൻ അവരുടെ നിലപാടുകളിൽ വളരെ ഉറച്ചു നിൽക്കുന്നു. അതിനിടയിൽ ഗൾഫ് രാജ്യങ്ങൾ അവരുടെ സ്വന്തം സുരക്ഷയ്ക്കായിട്ട് പുതിയ വഴികൾ കണ്ടെത്തുന്നു. കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.